ഇന്ന നടൻ ഇന്ന നടിയോട് ചെയ്താൽ കണ്ടത് നിങ്ങൾ ഞെട്ടും. ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, അടിപൊളി തമ്പനയിലാണ്, പക്ഷെ വ്യൂസ് ഒന്നും കയറുന്നില്ല. നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ എല്ലാവരും കമന്റ് ആൻഡ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ വ്യൂസ് ഒന്നും കയറുന്നില്ല. കഷ്ടിച്ച് ഒരു 100 വ്യൂസ് പോലും ഒരു വീഡിയോയിലും അടിക്കുന്നില്ല. സോ അതിനൊരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ആൻഡ് ഇത് റാൻഡം ആയിട്ട് ഞാൻ പിക്ക് ചെയ്യുന്നൊന്നുമില്ല. സോ എന്റെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ഈ യൂട്യൂബ് ചാനൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. താല്പര്യം ഫ്രണ്ട്സ് ആണ് ഇവിടെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോക്ക് ഇപ്പം ലൈക്ക് കൊടുക്കാൻ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒരു ഹൈപ്പ് പോയിന്റ് വരാനും മറക്കണ്ട. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഗൈസ്, ഇത് ഞാൻ കുറച്ച് ടിപ്സും അതുപോലെ ഞങ്ങൾക്ക് പ്രോബ്ലംസും ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ് ഞങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത്. സോ ഒന്നാമത്തെ കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കാം, നമ്മൾ പല പല ക്രിയേറ്റേഴ്സ് അല്ലേ, അതായത് യൂട്യൂബിൽ ഒരു ക്രിയേറ്റർ മാത്രമല്ലല്ലോ, ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗിന്റെ ക്രിയേറ്റർ, അതായത് കുക്കിങ്ങിനായിട്ട് ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പം ബ്ലോഗർ ആണെങ്കിൽ വ്ളോഗേഴ്സിനായിട്ട് ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ട്രാവലിംഗ് വ്ളോഗ് ആണെങ്കിൽ ട്രാവലിംഗ് വ്ളോഗേഴ്സിനായിട്ട് പ്രത്യേക ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പൊ AI ആണെങ്കിൽ AIക്കാർക്ക് പ്രത്യേക കാറ്റഗറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ പല പല കാറ്റഗറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ചാനൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കുക്കിംഗ് ചാനലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലോഗിംഗ് ചാനലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് ചാനലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. സോ അങ്ങനെ ഒരു കാറ്റഗറിയെ ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളൊരു ചാനൽ ഏത് കാറ്റഗറി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, മനസ്സിലാക്കാൻ സിമ്പിൾ ആണ്. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ നോക്കാം, നിങ്ങളുടെ വീഡിയോക്ക് എത്ര, അതായത് ഒരു 100 വീഡിയോ ഇട്ടാൽ അതിനകത്ത് എത്ര വീഡിയോ ആണ് ഇന്ന കാറ്റഗറി നിങ്ങൾ നോക്കാം. ഓക്കെ, സോ അങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ട് ചില റാൻഡം ആയിട്ട് ഒരു വീഡിയോസ് ഇടരുത്. ഓക്കെ, ഒരു ചാനൽ ഇപ്പൊ ഒരു ഗെയിമിംഗ് ചാനലാണെങ്കിൽ ആ ഒരു ചാനൽ പ്രോപ്പർ ആയിട്ട് ഒരു ഗെയിം നിങ്ങൾ അനാലിസ് ചെയ്യുക. അപ്പൊ ഫ്രീ ഫയർ ചാനലാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഫ്രീ ഫയർ കളിച്ചു കൊടുക്കുന്ന നല്ല വ്യൂസ് കിട്ടി, നേരെ PUBG എടുത്തിട്ടാലും ഒട്ടും വ്യൂസ് കിട്ടില്ല. ഓക്കെ, കാരണം നിങ്ങളുടെ ഓഡിയൻസ് ഫ്രീ ഫയർ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്ന ഒരാള് പെട്ടെന്ന് ഒരു ട്രാവലിംഗ് വ്ളോഗേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് കയറൂല. കാരണം നിങ്ങളുടെ ഓഡിയൻസ് ഒരു കുക്കിംഗ്, അതായത് കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, സോ ഇപ്പൊ എന്റെ ഒരു ഓഡിയൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡിജിറ്റൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആയിരിക്കും. അല്ലെങ്കിൽ AI എഡ്യൂക്കേഷൻ, എന്റെ ചാനൽ വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ടൈപ്പ് ചാനലാണ്. സോ ആ ടൈപ്പ് ഓഡിയൻസ് ആണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ ഈ ഒരു ചാനലെടുത്ത് ഗെയിമിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യൂസ് കയറൂല. സോ ഞാൻ കാറ്റഗറി അപ്പൊ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ചാനലിൽ നിങ്ങളിപ്പം ഒരു ഗെയിമിംഗ് ചാനലായിരിക്കാം, പക്ഷെ നിങ്ങൾ എല്ലാ വീഡിയോസ് ഇടാറുണ്ട്. സോ വ്യൂസ് കയറൂല. അതാണ് പ്രശ്നം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് അത് നിങ്ങൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ യൂട്യൂബൊക്കെ പുതിയൊരു ചാനലൊക്കെ ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. 2026 തന്നെ പുതിയൊരു ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അൽഗോരിതം അനുസരിച്ച് യൂട്യൂബ് ചാനൽ ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ നിങ്ങൾ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട, പുതിയൊരു ചാനലുകളൊക്കെ സ്റ്റാർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. സോ ഈ ഒരു പ്രോബ്ലം, അതായത് ഈ ഒരു ചെറിയ വ്യൂസ് ഒക്കെ കിട്ടുന്നത് നമ്മുടെ ചെറിയ ക്രിയേറ്റേഴ്സിനാണ് ഈ ചെറിയ വ്യൂസുകളൊക്കെ കിട്ടുന്നത്. ഗൈസ്, നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ എപ്പോഴും കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ ഒരു റേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ എന്റെ ഒരു ചാനൽ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ടൈപ്പ് ചാനലാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇടുന്ന യൂട്യൂബ് ടിപ്സ് ആണ്. സോ ഞാനിപ്പോ ഇടുന്ന യൂട്യൂബ് ടിപ്സ് തന്നെ ഒരുപാടധികം വലിയ വലിയ ക്രിയേറ്റേഴ്സ് ഇട്ട് ചിലപ്പോൾ മില്യൺസിനായിട്ട് വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ ഞാൻ അവരുമായിട്ടാണ് കോമ്പറ്റീഷൻ ചെയ്യുന്നത്. അപ്പം എന്റെ ഈ ഒരു വീഡിയോ അവരുമായിട്ട് ടോപ്പ് 1 അല്ലെങ്കിൽ ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 100 എങ്കിലും കയറണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇപ്പൊ നിങ്ങളുടെ ഒരു കിച്ചൺ, അതായത് നിങ്ങൾ കുക്കിംഗ് വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ചെറിയ ക്രിയേറ്റർ ആണ്. ഓക്കെ, സോ നിങ്ങൾ കോമ്പറ്റീഷൻ ചെയ്യുന്നത് ആ ടോപ്പ് കുക്കിംഗ് ചാനൽസിനാണ്. അതായത് കുക്കിംഗ് ചാനൽസ് ആയിട്ടാണ് നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ എപ്പോഴും ഓർക്കാം, എന്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ അവരെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഇപ്പൊ നിങ്ങളൊരു വലിയൊരു ചാനലിൽ കുക്കിംഗ് വീഡിയോ കാണുകയാണ്, അപ്പൊ നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരുപാട് കുക്കിംഗ് ചാനലിലെ വീഡിയോസ് കാണാൻ പറ്റും. സോ അതാണ് റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ. റെക്കമെൻഡേഷൻ നിങ്ങളുടെ വീഡിയോക്ക് നല്ല രീതിക്ക് ബെനിഫിറ്റ് നടത്തുന്നുണ്ട്. കാരണം ഇപ്പൊ എന്റെ ഒരു വീഡിയോ കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ റെക്കമെൻഡേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ഒരു ചാനലിൽ താഴെ സ്ക്രോൾ ചെയ്യുന്നതിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ കിട്ടുന്നതായിരിക്കും. സോ അത് നമ്മുടെ യൂട്യൂബ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ വീഡിയോസ് ആൾക്കാർക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണ്, അതിനനുസരിച്ച് നമ്മളെ യൂട്യൂബ് ഹൈപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ചെറിയ ക്രിയേറ്റേഴ്സിനായിട്ട് യൂട്യൂബ് ഹൈ പോയിന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. ഹൈ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആൾക്കാർ കണ്ട് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹൈ പോയിന്റ്സ് തരാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാം, നിങ്ങൾ എപ്പോഴും ഒരു റേസിലാണ്. ഓക്കെ, അതായത് ടോപ്പ് ക്രിയേറ്റേഴ്സ് ആയിട്ട് നിങ്ങൾ എപ്പോഴും റേസിലാണ്. ഇപ്പൊ ഒരു ഗെയിമിംഗ് ചാനൽ ക്രിയേറ്റ് ആകുന്ന ഒരാൾ, ഗെയിംസ് തന്നെ പല കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ഫ്രീ ഫയർ ചാനൽ ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ കോമ്പറ്റീഷൻ നടത്താനുള്ളത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഉള്ള അല്ലെങ്കിൽ കേരള കമ്മ്യൂണിറ്റി ഉള്ള ടോപ്പ് ഫ്രീ ഫയർ
ആ ഒരു ഗെയിമേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ആ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നത്. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും ഒരു റേസിലാണെന്ന് ഓർക്കുക. ആ റേസിൽ നിങ്ങൾ കയറണമെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് ഉറപ്പായിട്ടും ഒരു ഡിഫറെന്റ് കണ്ടന്റ് ആയിരിക്കണം. ചുമ്മാ റാൻഡമായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കാണില്ല. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും ഒരു നീഷ് എടുക്കുക. അതായത് ഇപ്പൊ കുക്കിംഗ് ആണെങ്കിൽ ആരും ചെയ്യാത്ത രീതിക്കുള്ള ചെയ്തു നോക്കുക. അല്ലെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടോപ്പ് ക്രിയേറ്റേഴ്സിന്റെ ഒരു തമ്പനയിൽ നിങ്ങൾ നോക്കാം. സോ തമ്പനയിൽ നോക്കുമ്പോഴത്തേക്ക് അടിപൊളി തമ്പനയിലായിരിക്കും, ചിലപ്പം വേഴ്സ് തമ്പനയിലായിരിക്കും, പക്ഷെ അവർക്ക് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടും. സോ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള എന്താണ് തമ്പനയിട്ട് ആൾക്കാരെ നോക്കാം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് കോപ്പി ആക്കാം. അതായത് അതുപോലെ കോപ്പി ആക്കരുത്, ജസ്റ്റ് ഒന്നോ രണ്ടോ ചേഞ്ചസ് അതുപോലെ വരുത്തിയതിനു ശേഷം എന്താണ് നിങ്ങളുടെ ഇഷ്ടത്തിന് തമ്പനയിൽ ആൾക്കാർ റെഡിയാക്കാം. സോ തമ്പനയിൽ ഒരു ക്രൂഷ്യൽ റോളാണ് വഹിക്കുന്നത്. ഒരു 80% 60% ക്ലിക്ക് വരുന്നത് നമ്മുടെ തമ്പനയിലാണ്. ബാക്കിയാണ് നമ്മുടെ ഹുക്കിനും വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ ഒരു മണിക്കൂർ വീഡിയോ ഒക്കെ എഡിറ്റ് എടുക്കുന്നുണ്ട്. വെറും 10 അല്ലെങ്കിൽ 5 മിനിറ്റ് മാത്രമേ നിങ്ങൾ തമ്പനയിൽ മേക്ക് എടുക്കുന്നുള്ളൂ. സോ നിങ്ങൾ നേരെ റിവേഴ്സ് ചെയ്യാം. ഓക്കെ, ഒരു 10 അല്ലെങ്കിൽ 20 മിനിറ്റ് വീഡിയോ റെക്കോർഡ് ആക്കാം. ആൻഡ് 1 അവറോളം നിങ്ങൾ തമ്പനയായിട്ട് മാറ്റി വെക്കാം. കാരണം നിങ്ങൾ തമ്പനയിൽ എത്രമാത്രം അടിപൊളിയാണ് അത്രയും മാത്രം ക്ലിക്ക് നിങ്ങൾക്ക് 100% കിട്ടുന്നതായിരിക്കും. ഓക്കെ, കാരണം തമ്പനയിൽ ഒരു ക്രൂഷ്യൽ റോളാണ്. നിങ്ങളുടെ വീഡിയോക്കാർ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളുടെ വീഡിയോക്കാരും എന്താണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് തമ്പനയിലാണ്. കാരണം ഇത് എന്ത് വീഡിയോ എന്ന് അറിയുന്നത് ടൈറ്റിൽ സെക്കൻഡ് നമ്മൾ നോക്കുന്നത്, ഫസ്റ്റ് നമ്മളൊക്കെ തമ്പനയിലാണ്. ഇത് എന്ത് വീഡിയോ ആണെന്ന് നമ്മൾ നോക്കും. അപ്പൊ അറിയാം ഇത് യൂട്യൂബ് ടിപ്പാണ്, അല്ലെ ഇതിന്റെ ഗെയിമിംഗ് എന്താണ് വീഡിയോ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇതാണ്. നമ്മൾ അത് തമ്പനയിലാണ് നോക്കുന്നത്. സോ തമ്പനയിൽ നോക്കുന്ന ശേഷം എന്താണ് നമ്മുടെ വീഡിയോ ക്ലിക്ക് ആക്കുന്നത്. ആൻഡ് നമ്മൾ രണ്ടാമത് നോക്കുന്നതാണ് ടൈറ്റിൽ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. റാൻഡമായിട്ട് ടൈറ്റിൽ ആതെ ആ ഒരു വീഡിയോക്ക് അനുയോജ്യമായിട്ട് ടൈറ്റിൽ അതായത് വീഡിയോക്ക് അനുയോജ്യമായിട്ടും കുറച്ച് റിവേഴ്സ് ആയിട്ട് ടൈറ്റിൽ ഓക്കെ, ഇപ്പം നിങ്ങൾ പലവഴി ഇൻസ്റ്റാഗ്രാം ചാനൽ കണ്ടില്ലേ, ഇന്ന നടൻ ഇന്ന നടിയോട് ചെയ്താൽ കണ്ടത് നിങ്ങൾ ഞെട്ടും. സോ അതൊരു ഹുക്കാണ്. അപ്പൊ നമ്മൾ നോക്കും ഇത് എന്താണ് സംഭവം. ഓക്കെ, സോ അങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. അതായത് ഇപ്പൊ നിങ്ങളുടെ കുക്കിംഗ് ചാനലാണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല, ഇവിടെ കുക്കിംഗ് ചെയ്യാത്ത ഒരാളാണല്ലോ. സോ അങ്ങനെ നിങ്ങൾ നോക്കിയെന്ന് വെച്ചാൽ നിങ്ങൾ അടിപൊളി ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഇടുക, ആൻഡ് പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. സോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതായത് ഇപ്പം 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലും നിങ്ങളുടെ ചാനലിൽ ഒരു 100 സബ്സ്ക്രൈബർ ആണെങ്കിലും വിചാരിക്കരുത്. ഇപ്പൊ ഞാനിപ്പോ വീഡിയോ ഇടുന്നുണ്ട്, അവരും വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ അവരെ വീഡിയോക്ക് എല്ലാത്തിലും ലക്ഷങ്ങളിൽ 10,000 വ്യൂസ് കിട്ടുന്നുണ്ട്. ഞാനും അതുപോലെ കൺസിഡർ ചെയ്യുന്ന വ്യക്തിയാണ്, എനിക്കിത് വ്യൂസ് കിട്ടാത്തത്. സോ അങ്ങനെ നിങ്ങൾ ഒരിക്കലും നോക്കരുത്. കാരണം നിങ്ങളും അവരുമായിട്ട് ഒരു ബിഗ് ഡിഫറൻസ് ആണുള്ളത്. ഓക്കെ, കാരണം അവർ നിങ്ങളെക്കാളും എത്രയോ വലുതാണ്, അല്ലെങ്കിൽ എത്രയോ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്. നിങ്ങൾക്ക് അവരിൽ 100ൽ ഒരാൾ മാത്രമേ ആയിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും ഒരു റേസിലാണെന്ന്. സോ ആ റേസിൽ നിങ്ങൾക്ക് വിൻ ആവണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് തമിഴ് റെഡിയാക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കുക, പ്രോപ്പറായിട്ട് ഹുക്ക് ആടുക, പ്രോപ്പറായിട്ട് ടൈറ്റിൽ കൊടുക്കുക, ആൻഡ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്യാം. ഓക്കെ, സോ പിന്നെ വേറൊരു കാര്യം രണ്ടാമത്തെ അല്ല, പിന്നെ വേറൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കാം. ഇപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വീഡിയോ കമ്പയർ ചെയ്യരുത്. ഓക്കെ, സോ വീഡിയോ അപ്ലോഡ് ആക്കി നമ്മൾ പിറ്റേ ദിവസം വ്യൂസ് നോക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ വ്യൂസ് നോക്കും, അതിന്റെ വ്യൂസ് നോക്കും. സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കി വേണമെങ്കിൽ നാളെ വ്യൂസ് നോക്കും, എത്ര കയറി ഞാൻ വ്യൂസ് നോക്കും, ഞാൻ അപ്പൊ അവിടെ ഡ്രോപ്പ് ആക്കി വെച്ചാണ് സംഭവം. ഓക്കെ, അതായത് ഈ ഒരു വീഡിയോ ഞാൻ അപ്പോൾ ഡ്രോപ്പ് ആക്കും, പിന്നെ ഞാൻ അടുത്ത കണ്ടന്റ് നോക്കും. അടുത്ത കണ്ടന്റ് എന്താണ്, നാളത്തെ കണ്ടന്റ് മറ്റന്നാളെ കണ്ടന്റ് അങ്ങനെ നോക്കിക്കൊണ്ടുപോകും. ഞാൻ ഒരിക്കലും ഫാസ്റ്റ് ആ ഒരു വീഡിയോക്ക് ഇനി എത്ര വ്യൂസ് കയറും അങ്ങനെ നോക്കാറില്ല. ഓക്കെ, സോ അങ്ങനെ ഇപ്പൊ ഇവിടെ ഈ ഒരു വീഡിയോ ഇട്ട് അത് ഇവിടെ കഴിഞ്ഞു, നാളെ നോക്കും, നാളെ എനിക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടത്. ഓക്കെ, സോ അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. സോ നിങ്ങളും അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കണ്ടന്റ് അല്ലെങ്കിൽ വേറെ ക്രിയേറ്ററെ വെച്ച് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം ആ ഒരു ക്രിയേറ്ററിന് ഒരുപാട് എന്താണ് ചിലപ്പം ഒരുപാട് സ്പെഷ്യാലിറ്റി ഒരുപാടകം എക്യുപ്മെന്റ്സ് നമ്മളെക്കാരും ഒരു 10x ബെറ്റർ ആയിരിക്കും അവർ. ബട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെയുള്ള സംഭവം വെച്ചായിരിക്കും. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ ഇവിടെ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഒരു മൈക്കിലൊന്നുമില്ല. ഓക്കെ, സോ ഞാൻ ഫോൺ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ആൻഡ് നമ്മളെന്താണ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങളുടെ വീഡിയോസിൽ എന്തായാലും വ്യൂസുകളെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ യൂട്യൂബിൽ തന്നെ 2 തരം പീപ്പിൾസ് ആണുള്ളത്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോ, അതായത് പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ കണ്ടന്റ് മാത്രം നോക്കും. വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്മാൾ ക്രിയേറ്റേഴ്സിന്റെ കണ്ടന്റ് നോക്കും. ഓക്കെ, സോ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പിലുണ്ട്. അതായത് എനിക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ചിലപ്പം എന്താണ് നല്ല പ്രമുഖ യൂട്യൂബേഴ്സിൽ നോക്കും, അല്ലെങ്കിൽ സ്മാൾ ക്രിയേറ്റേഴ്സ് നോക്കും. ഓക്കെ, സോ നിങ്ങൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും വ്യൂസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാത്ത ഫ്രണ്ട്സ് എല്ലാം കമന്റ് ചെയ്ത് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് തമ്പനയിൽ എക്യുപ്മെന്റ്സ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് മുസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്നതായിരിക്കും. തമ്പനയിലൊക്കെ നമ്മുടെ വീഡിയോസിനൊക്കെ ഒരു നല്ല ക്രൂഷ്യൽ വഹിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ഇതിലും മികച്ച അടുത്തേക്ക് വീണ്ടും കാണാം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈ പോയിന്റ് ചെയ്യാൻ 2K സബ്സ്ക്രൈബേഴ്സ് ആണ് അച്ചീവ് വേണ്ടി തോന്നുന്നുണ്ട്. ആൻഡ് നിങ്ങൾ നെക്സ്റ്റ് എന്ത് വീഡിയോ ആണെന്ന് കമന്റ് ആക്കേണ്ട മറക്കണ്ട. സോ ഇതിലും മികച്ച അടുത്ത വീഡിയോ വീണ്ടും കാണാം. സീ യു ഗൈസ്.